എന്താ എന്നിട്ട് സംഗതി പറഞ്ഞില്ല കാക്കു ഞാൻ ഒരു മനസമാധാനം കുറച്ച് സ്വസ്ഥത കിട്ടാൻ വേണ്ടിട്ട് ഒഴിഞ്ഞ ഒരു പാർമ വന്നിരുന്നതാ. അല്ല എന്താ പ്രശ്നം പറഞ്ഞു പറ്റുന്നില്ല. എലിയിൽ ചെല്ലുന്ന പിന്നെ ഇമ്മാന്റെ വർത്താനം, ഓള് പണിയെടുക്കണില്ല, ഓളായി ചെയ്യണില്ല, ഓള് ഇത് ചെയ്യണില്ല, ഓളേക്കെന്നാണെന്നുണ്ടെങ്കിൽ അമ്മാനെ പറ്റിയിട്ട് ഇമ്മ അത് പറയാണ്, ഇമ്മ ഇത് പറയാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, മറ്റാണ് മറിച്ചാണ്. കുട്ടിക്ക് ഞാന് ഒരു ചെറിയ പണ്ടുണ്ടാക്കി കൊടുത്തു. ചെറിയ പണ്ടുണ്ടാക്കി കൊടുത്തപ്പോ ഓൾക്ക് പണ്ടുണ്ടാക്കാഞ്ഞു പിടിച്ചില്ലല്ലോ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഞാനും ഉമ്മയും ഒരു ദിവസം ഇതേപോലെ ഒന്ന് ടൗണിക്ക് വരെ പോയതാ ഒരു ആശുപത്രി കേസിന്. അങ്ങനെ പോയി തിരിച്ചു വന്നപ്പോ ഞാനൊരു ബ്രോസ്റ്റ് തിന്നാൻ കയറി. അപ്പൊ ഉമ്മാനോട് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു അന്നായിക്കോട്ടെ ബ്രോസ്റ്റ് കഴിക്കാറുണ്ട്, അങ്ങനെ ഓടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പെരിയിലെത്തി ഞാൻ കടന്നുറങ്ങി നേരം വെളുത്ത് നീച്ചപ്പത്തിന് രാത്രിക്കത്തെ ബ്രോസ്റ്റിന്റെ കാരണം നിങ്ങൾക്ക് ഇപ്പത്തെ തമാശ. വെളുക്കുമ്പോ 7 മണിക്ക് രാവിലെ എവിടുന്ന ഞാൻ ബ്രോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് ഓള് പെട്ടിയും പ്രമാണം എടുത്തിട്ട് ഞാൻ എന്റെ കുട്ടിയോളം പോവാണെന്നും പറഞ്ഞിട്ട് ബ്രോസ്റ്റ് വാങ്ങാനോ? കാക്കുന്നു വൈകുന്നേരത്ത് ഞങ്ങളെ പാർക്കും കൊണ്ടുപോവാ, ബ്രോസ്റ്റും മേടിച്ചരാ, ഒക്കെ ചെയ്യാം എന്നും പറഞ്ഞു. ഞാൻ വൈകുന്നേരത്ത് പാർക്കും കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പാർക്കിന്ന് രാത്രി 10 മണിക്ക് എത്തിയത്. 10 മണിക്ക് എത്തിയപ്പോഴും ഉമ്മ ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ എവിടുക്കാ പോയിരുന്നത്, എവിടുന്ന് ഞങ്ങൾ വരുന്നത്? എന്നിട്ട് നേരം വെളുത്തപ്പം ഉമ്മ നീച്ചിട്ട് ഉമ്മക്ക് ആദ്യം പാർക്ക് പോകണം. നിങ്ങളോട് പറഞ്ഞാൽ ഒരു സമാധാനം ഇല്ലാതെ പെണ്ണ് കെട്ടണ്ടിയിലാ തോന്നിപ്പോയി. നീച്ച് എനിക്ക് ഞാനേ പണ്ടത്തെ ഒരു ഐഡിയ സെറ്റാക്കി തരാം. അത് ഒന്ന് റീലാക്കി കൊടുത്താണ്. എന്താ രുചി ഇതേമാതിരിന്റെ പ്രശ്നത്തിൽ വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഒറ്റക്ക് കുട്ടികളെ മുമ്പൊന്നല്ല വാതിലിട്ട് അടക്കും. അല്ലേ കൂട്ടിക്കൊണ്ടേയിട്ട് എന്നിട്ട് ചെവിട്ടാണി കുറ്റിക്ക് 2 അടി കൊടുക്കും. എന്നിട്ട് കണ്ടമാതിരി കൂട്ടുക. ബനൊരു ഉദാഹരണമാണ്. അതല്ലാതെ ഇതിന് വേറൊരു മാർഗം ഇല്ല. കാക്കാന്റെ കുട്ടി അതിന് തയ്യാറായി. കേസാകെ ആകാണിക്കായിട്ട് പോട്ടെ, ഇതിനെക്കാളും സുഖല്ലേ ഒരു അടങ്ങി പിടിച്ചു. പിന്നെ നമ്മളെ പെണ്ണുങ്ങളാണല്ലോ, നമ്മളെ ഒരു ബാക്കിയാണല്ലോ. ആ നേരം സാരല്ല, എനിക്ക് മനസ്സിന് ഒരു സുഖലായിട്ട് ചെയ്താണ്. അയിമടി ശരിയോ? എന്റെ അഭിപ്രായം ഇമ്മാനെ ബാപ്പാനെ കൊണ്ട് 2 അടി കൊടുപ്പിച്ചാണ് ശരിയായിക്കോളും. അല്ലെങ്കിൽ ഈ കല്ലുമ്പോ ഒന്ന് കുത്തി ഏതാ മാണ്ടി വെച്ചാൽ ജഡ് തീരുമാനിച്ചതാ. പോവാ, നമുക്ക് അവിടെ പോവാ. ഞങ്ങള് പോവാണ്. പറഞ്ഞു തരീട്ടോ, മറക്കണ്ട.